പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ദ്വീപികാരുണ്യത അങ്ങയുടെ സന്നിധിയിലായിരിക്കും ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ കരുതണമേ. അങ്ങയുടെ സ്നേഹത്താൽ അങ്ങയുടെ വലിയ കൃപകളിലേക്ക് പുൽക്കൂടിൻ്റെ ആ വലിയ ആനന്ദത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-52 വാക്യം ഞങ്ങൾ ധ്യാന വിഷയമാക്കുന്ന ശക്തന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി എളിയവരെ ഉയർത്തി. ദ്വീപികാരുണ്യനാഥ, അവിടുന്ന് ശക്തന്മാരെ സിംഹാസനം നിറക്കി എളിയവരെ ഉയർത്തി എന്ന വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ താഴ്മയുടെയും ഏറ്റവും വലിയ അടയാളമായ എളിമയിലേക്ക് അങ്ങ് തന്നെ താണിറങ്ങിക്കൊണ്ട് പ്രപഞ്ചനാഥനായ ഒരു ചെറിയ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവിടുത്തെ എളിമയുടെ പൂർണ്ണത ഞങ്ങൾക്ക് കാണിച്ചു തന്നു. കൽവരിയിലെ കുരിശിൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതിന് മുമ്പ് എളിമയുടെയും ചെറുതാകലിൻ്റെയും ഒക്കെ പാഠങ്ങൾ കലിത്തൊഴുത്തിലൂടെയും അപ്പമാകലിലൂടെയുമൊക്കെ ഞങ്ങളെ മനസ്സിലാക്കി തന്നു. ദ്വീപികാരുടെ നാഥ, ഈ അപ്പമാക്കലിൻ്റെ കൂടുതൽ സ്നേഹം, കൂടുതൽ ചെറുതാകുന്നതിൻ്റെ കൂടുതൽ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുവാൻ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലൂടെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്, ലോകം ആരെയാണോ ശക്തനെന്ന് വിളിക്കുന്നത്, ലോകം ആരെയാണോ അധികാരികളെന്ന് വിളിക്കുന്നത്, അവരെയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്. മറിച്ച് ഹൃദയത്തിൽ എളിമയുള്ളവരെയും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവരെയുമാണ് അവിടുന്ന് ഉയർത്തുന്നതെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ അഹങ്കാരത്തിൻ്റെയും എല്ലാ സിംഹാസനങ്ങളെയും തകർക്കുവാനും എളിമയുടെ കൃപ സ്വീകരിക്കുവാനും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദ്വീപികാരുണ്യനാഥ ഈശോയെ, ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ തുറക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അഹങ്കരിച്ച നിമിഷങ്ങളെ ഓർത്ത് മാപ്പിറക്കുന്നു. ദൈവം എനിക്ക് നൽകിയ എളിയ നന്മകൾക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ വിനീതരാക്കണമേ. അധികാരമോഹവും സ്വാർത്ഥമോഹവും വെടിഞ്ഞ് മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിൻ്റെ കണ്ണുകളിൽ നിസ്സാരരായി കരുതപ്പെടുന്നവർക്കും പാവപ്പെട്ടവർക്കും അങ്ങയുടെ സംരക്ഷണം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലെ ശുശ്രൂഷകർ എപ്പോഴും ക്രിസ്തുവിൻ എളിമയോടെ ജനങ്ങളെ നയിക്കുവാൻ അവർ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പരം വിട്ടുകൊടുക്കുവാനും സ്നേഹിക്കുവാനുമുള്ള എളിമ വളർത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദ്വീപികാരുണ്യനാഥ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സകല കൃപകളും സകല അനുഗ്രഹങ്ങളും ഞങ്ങളെ മറ്റുള്ളവർക്ക് കൃപയായി മാറാനും അനുഗ്രഹമായി മാറാനും മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറാനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, അങ്ങയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങളെ പരിപൂർണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഞാനെന്ന അഹങ്കാരത്തെ എടുത്തു മാറ്റി എളിമയുടെ, നമ്മളെന്ന് പറയുന്ന ആ എളിമയുടെ കൂട്ടായ്മയുടെ സ്നേഹബന്ധത്തിൻ്റെ ആ തലത്തിലേക്ക് ഞങ്ങളെ ഉയർത്തിയെടുക്കണമേ. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കൂട്ടായ്മയിൽ ജീവിക്കുവാൻ, എളിമയിൽ ജീവിക്കുവാൻ, വിനീതരായി ജീവിക്കുവാൻ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കും കാരണമായി തീരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ നൽകുന്ന വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നിയോഗങ്ങളും നിൻ്റെ അനുഗ്രഹം ഞങ്ങളിലേക്ക് സ്വീകരിക്കുമ്പോൾ ഞങ്ങളെ കൂടുതൽ എളിമപ്പെടുത്തുന്നതിനും ഞങ്ങളെ കൂടുതൽ വിശുദ്ധീകരിക്കുന്നതിനും ഞങ്ങളെ കൂടുതൽ നന്മയിലേക്ക് വളർത്തുന്നതിനും കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എളിയവരെ ഉയർത്തുന്ന അങ്ങയുടെ സ്നേഹം വഴി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഉയർത്തണമേ എന്ന് ഞങ്ങൾ വിനീതമായി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനായ ഈശോയെ, പരീക്ഷാകാലങ്ങളിലായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുമസിന് വേണ്ടി ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴും
അവരുടെ പഠന മേഖലകളിൽ അവർ പരീക്ഷാകാലങ്ങളിലായിരിക്കുകയാണ്. അവരെല്ലാവരെയും പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധി പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശുദ്ധിപ്പെടുത്തുകയും ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. നിൻ്റെ കാരുണ്യത്തിൻ്റെ വലങ്കി മക്കളുടെ മേലെ ഉയർത്തുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാ നിയോഗങ്ങളും ഈശോയെ ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഈ ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ തണലിൽ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.